തെറ്റു ചെയ്യാൻ വല്ലാത്ത അവസരങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, തെറ്റു ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ ഇന്ന് കണ്ടുകുടിക്കാൻ പൈസ വേണ്ട, വ്യഭിചരിക്കാൻ പൈസ വേണ്ട, എന്ത് വൃത്തികേടുകൾ ചെയ്യാനും പൈസ വേണ്ട. ഇന്ന് കള്ളു വാങ്ങിത്തരാൻ കൂട്ടുകാരുണ്ട്, കഞ്ചാവ് തരാൻ കൂട്ടുകാരുണ്ട്, വീട്ടിലേക്ക് ക്ഷണിക്കാൻ പെണ്ണുങ്ങളുണ്ട്. ഇന്ന് തെറ്റു ചെയ്യാനുള്ള അവസരം വളരെ കൂടുതലാ. മക്കളെ, തെറ്റു ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി പിന്തിരിയാൻ കഴിയണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റി വാതിലടയ്ക്കുകയാണ്. സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ മാറിടത്തിലേക്ക് ചേർത്തു പിടിക്കുകയാണ്. ആരും കാണാതെ കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ വെച്ച് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, യൂസുഫേ, എനിക്ക് നിന്നോട് വല്ലാത്ത പ്രേമമാണടാ, വല്ലാത്ത പ്രണയമാണ്, നിന്നോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് നീ എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരാറ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെന്ന് പ്രവാചകനായിട്ടില്ല. യൂസുഫ് എന്ന് പറയുന്ന സാധാരണ ഒരു ചെറുപ്പക്കാരന് മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് ആരും കാണാത്ത ഒരു സൗകര്യമൊരുക്കിയിട്ട് സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് ചോദിച്ചപ്പോ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, കാലമാദല്ലാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ സുലൈഖ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. ആരും കാണുന്നില്ല യൂസുഫ്, ആരും അറിയില്ല യൂസുഫ്, എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചതാടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ സുലൈഖയോട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, ആര് കാണുന്നില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് സുലൈഖ, അല്ലാഹു കാണുന്നുണ്ട് സുലൈഖ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, തെറ്റു ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ ആ അവസരം പടച്ചവനെ പാഴാക്കണം ചെറുപ്പക്കാരാ, വേണ്ടെന്ന് പറയണമടാ. തെറ്റു ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ ആരൊക്കെ നിർബന്ധിച്ചാലും, അത് വാപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, മക്കളാകട്ടെ, കൂട്ടുകാരാകട്ടെ, പാപം ചെയ്യാൻ നിനക്ക് അവസരം ഒരുക്കി വെച്ചിട്ട് എല്ലാവരും പാപത്തിലേക്ക് നിന്നെ ക്ഷണിച്ച ആ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. നിസ്കരിക്കുന്നവർക്കൊരു സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ച ഹാഫിദിന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്ത ഹാജിക്ക് സ്വർഗമുണ്ട്, സദക്ക പള്ളി കെട്ടി കൊടുത്തവന് സ്വർഗമുണ്ട്, ഓരോ നന്മ ചെയ്യുന്നവനും എല്ലാവർക്കും സ്വർഗമുണ്ട്. ഒരു സ്വർഗമേ ഉള്ളൂ, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമേ ഉള്ളൂ, നോമ്പ് പിടിച്ചവനൊരു സ്വർഗമേ ഉള്ളൂ, ഖുർആൻ പഠിച്ചവനൊരു സ്വർഗമേ ഉള്ളൂ, പള്ളി കെട്ടിക്കൊടുത്തവനൊരു സ്വർഗമേ ഉള്ളൂ. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്ന ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട്, രണ്ട് സ്വർഗമുണ്ട്. ആർക്കാണ് അല്ലാഹു രണ്ട് സ്വർഗം കൊടുക്കുന്നതെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. പാപം ചെയ്യാൻ അവസരമുണ്ടാവുകയാണ്. കൂടെ പഠിക്കുന്നവന് ബിയർ തന്നിട്ട് പറയുന്നു കുടിക്കടാ, കൂടെ പഠിക്കുന്നവന് കഞ്ചാവ് കാണിച്ചിട്ട് പറയുന്നു വലിക്കടാ. എല്ലാവരും വലിച്ചല്ലോ, ഇനി നീ മാത്രമേ ഉള്ളൂ, നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നതൊന്ന് വലിക്കടാ. എല്ലാവരും നിർബന്ധിക്കുകയാണ്, കൂട്ടുകാരും മുഴുവനും സെറ്റ് ചേർന്ന് നിർബന്ധിക്കുകയാണ്. ആ സമയത്ത് അവരോട് പറയണം, ഇത് ഹറാമാ, ഇത് പാപമാ. അല്ലാഹുവേ,
ഇത് വലിക്കുന്നതും ഇത് ഉപയോഗിക്കുന്നതും വൻപാപങ്ങളിൽ പെട്ടതാണ്. പടച്ചവനെ ഇത് ചെയ്താൽ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല, എനിക്ക് പടച്ചവനെ പേടിയാണെന്ന് പറഞ്ഞാൽ കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, പെണ്ണേ നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു കൂടെ നടക്കുന്ന ഒരുത്തം നിന്റെ കയ്യിൽ കയറി പിടിച്ചാൽ അവനോട് പറയണം, എടുക്കടാ കയ്യ്, ഈ ശരീരത്തിൽ നിന്ന് കൈയെടുക്ക്, ഇത് വ്യഭിചാരമാണ്, ഇത് വ്യഭിചാരമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ അന്യപുരുഷനാണ്, നീ എന്നെ തൊടുന്നത് വ്യഭിചാരമാണ്, നീ എന്നോട് സലാം പറയാൻ പോലും പാടില്ല, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കാണാൻ പോലും നിനക്ക് അവകാശമില്ല. കൂട്ടുകാരൊക്കെ വേറെ, ശരീരത്തെ തൊട്ടിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനും ഞാൻ തയ്യാറല്ല. എനിക്ക് പടച്ചവനെ പേടിയാണെന്ന് പറയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ എന്റെ പൊന്നുമോളോട് പറയുകയാ, മോളെ നിനക്ക് അല്ലാഹു 2 സ്വർഗമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ തങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാണ്, ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണ്. പടച്ചവനെ ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളൊരു ചെറുപ്പക്കാരനെ സ്നേഹിക്കണമെങ്കിൽ അവൻ ആരായിരിക്കും, അവന്റെ സ്വഭാവം എന്തായിരിക്കും, സ്നേഹിക്കാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ കടത്തിണ്ണയിലല്ല, റോഡിന്റെ സൈഡിലല്ല, വീടിന്റെ ഉള്ളറയിലല്ല, 1ാമത്തെ സഫിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു നേരമല്ല, ഒരു ദിവസമല്ല, 5 നേരം ബാങ്ക് വിളിക്കുമ്പോ 1ാമത്തെ സഫിലിരിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും പള്ളിയിലേക്ക് നടന്നു വരുമ്പോ ആ വരുന്ന വഴിയിൽ ഒരു പെണ്ണുണ്ട്, അവൾക്ക് ഇവനോട് വല്ലാത്ത പ്രേമമാണ്, ഇവനോട് വല്ലാത്ത സ്നേഹമാണ്. എന്തൊക്കെ ചെയ്തിട്ടും ആ ചെറുപ്പക്കാരൻ പരിഗണിക്കുന്നില്ല. അങ്ങനെ എന്തായാലും അവനെ വിടാൻ തീരുമാനിച്ചു, അവനെ വിടില്ല എന്ന് തീരുമാനമെടുത്തു. ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് നടന്നു പോവുകയാണ്. ഇരുട്ടുള്ള വഴിയിലൂടെ, ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ, ആരും പടച്ചവനെ ഇരുട്ടത്തി ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ സുന്ദരിയായ പെണ്ണു വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ആ ചെറുപ്പക്കാരനെ കയറി പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, നിന്നോട് വല്ലാത്ത സ്നേഹമാ, എനിക്ക് നിന്നെ വേണമെടാ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു താടാ. ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് മാറിടത്തിൽ പിടിച്ച് കിടത്തിയെട്ടി യാചിക്കുകയാണ്. പിടിച്ചവനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുക്കുകയാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന്റെ കൈകാല് വിറയ്ക്കുകയാ, അവിടുന്ന് കരയുകയാ. പടച്ചവരെ, ബോധം കെട്ട് താഴെ വീണടോ. ഒരു പെണ്ണ് കയറി കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് അവിടുന്ന് തെറ്റിലേക്ക് വിളിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ ബോധം കെട്ട് താഴെ വീഴുകയാണ്. പടച്ചവനെ, പെണ്ണ് ഓടി രക്ഷപ്പെടുകയാണ്. വടിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെ യാത്രക്കാരെടുത്തുകൊണ്ട് വീട്ടിലേക്ക് ചെന്നു. അല്ലാഹുവേ, വാപ്പ ഓടി വന്ന് തന്റെ പൊന്നാര മകന്റെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചു. ബോധം തിരിച്ചു വന്നപ്പോ അതാ കരയുന്ന പൊന്നുമകനോട് ചോദിച്ചു, എന്തു പറ്റി മോനെ? വാപ്പാ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയാ വാപ്പാ, ഞാൻ വ്യഭിചാരിയായി, ഞാൻ വ്യഭിചരിച്ചു പോയി വാപ്പാ. ഉപ്പതന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്തേ മോനെ നീ പറയുന്നത്? വാപ്പാ, പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയില് ഒരു പെണ്ണിന്റെ ശരീരത്തിൽ കേറി പിടിച്ചു വാപ്പാ, ഞാൻ നരകത്തിലാണല്ലോ, ഞാൻ നരകത്തിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകൻ
മകന് വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. വാപ്പ പറഞ്ഞു, എന്റെ മകന് തെറ്റ് ചെയ്തില്ല, എന്റെ പൊന്നുമോൻ തെറ്റ് ചെയ്തില്ല, ആ പെണ്ണല്ലേ ഇങ്ങോട്ട് കയറി പിടിച്ചത്. വാപ്പ തന്റെ പൊന്നാര മകനെ സമാധാനിപ്പിക്കുകയാണ്. എന്തു പറഞ്ഞിട്ടും മകന്റെ സങ്കടം മാറുന്നില്ല. വാപ്പയോട് മകൻ പറയുന്ന ഉമർ തങ്ങളോട് ചെന്ന് മസല ചോദിക്കാറ്, ഞാൻ പാപിയാണോ, ഞാൻ വ്യഭിചാരിയാണോ, ഞാൻ നരകത്തിലാണോ? അതാ അലി ഖലീഫയായ ഉമർ തങ്ങളോട് ചെന്ന് ചോദിക്കാൻ തന്റെ പൊന്നാര മകന്റെ നിലവിളി കണ്ടപ്പോ പിതാവിന് പേടിയായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ഓടിച്ചെന്നു. നടന്ന സംഭവങ്ങൾ മുഴുവനും പറയുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവന് തെറ്റുകാരനല്ല, ആ പെണ്ണല്ലേ ഇങ്ങോട്ട് കയറി പിടിച്ചത്. വാപ്പ സന്തോഷത്തോടെ തന്നെ പൊന്നാര മകന്റെ മുമ്പിലേക്ക് പിടിച്ചവനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വാപ്പ കാണുന്ന രംഗമെന്തെന്നറിയോ? തന്റെ പൊന്നാര മകന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. നെഞ്ചുപൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ, നെഞ്ചുപൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ, തെറ്റുകാരനായി പോയല്ലോ, പാപം ചെയ്തു പോയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരന്റെ ജനാസ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കിയിട്ട് ആ കബറിന്റെ ചാരത്തു നിന്നും മടങ്ങുമ്പോ ഉമർ തങ്ങൾ അവിടെ ഇരുന്നിട്ട് ഓതിയായത്താണ്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. മോനെ, നിനക്ക് രണ്ട് സ്വർഗമുണ്ടടാ, അല്ലാഹു നിനക്ക് രണ്ട് സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ. എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ടെന്നുള്ള ബോധം എനിക്കും ഉണ്ടാകണം, നിങ്ങൾക്കും ഉണ്ടാകണം. തെറ്റു ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ സംസാരമാകട്ടെ, നമ്മുടെ നടത്തമാകട്ടെ, നമ്മുടെ പെരുമാറ്റമാകട്ടെ, ഏത് കാര്യത്തിലും അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് വേണം ജീവിക്കാൻ.